കോട്ടയം ക്നാനായ കത്തോലിക്ക അതിരൂപതയുടെ സ്ഥാപക പിതാവും ദൈവദാസനുമായ മാർ മാത്യു മാക്കൽ പിതാവിൻ്റെ ഈ ലഘു ജീവചരിത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ എന്ന ഗ്രാമത്തിൽ മാക്കിൽ പുത്തൻപുരയിൽ തൊമ്മൻ്റെയും അന്നയുടെയും മൂന്നാമത്തെ മകനായി 1851 മാർച്ച് 27-ാം തീയതി മാത്യു മാക്കൽ ജനിച്ചു. നീണ്ടൂരുള്ള പിതൃസഹോദരൻ ഇട്ടിക്കുഞ്ഞിൻ്റെ ഈ വീട്ടിൽ വച്ചാണ് മാക്കൽ പിതാവ് ഭൂജാതനായത്. പിതാവ് ജനിച്ചു വീണ മുറി ഇന്നും കുടുംബാംഗങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. രാജയോഗ മുഹൂർത്തത്തിൽ ജനിച്ച കുട്ടി വലിയ പദവികൾ വഹിക്കുമെന്ന് ജനന സമയത്തു തന്നെ വിജ്ഞാനികൾ പ്രവചിച്ചിരുന്നു. കാലത്ത് മാഞ്ഞ പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചതുകൊണ്ട് പിതാവിൻ്റെ മാതാപിതാക്കന്മാര് പിതൃസഹോദരന്റെ വീട്ടിലേക്ക് വരികയും ഇവിടെ വെച്ച് പ്രസവം നടക്കുകയും ചെയ്തു. പിതൃസഹോദരൻ യൗസേപ്പ് കത്തനാരാണ് കൈപ്പുഴ പള്ളിയിൽ വെച്ച് കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകിയത്. ചെറുപ്പം മുതലേ പൗരോഹിത്യ ജീവിതത്തോട് വലിയ താൽപ്പര്യമുള്ള വ്യക്തിയായിരുന്നു മാത്യു മാക്കൽ. ൽ അദ്ദേഹം മാന്നാനം കർമ്മലീത്ത ആശ്രമത്തോട് ചേർന്നുള്ള സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു. പിന്നീട് 1866 വരാപ്പുഴയിലുള്ള പുത്തൻപള്ളി സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. ലത്തീൻ, സുറിയാനി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം എടുത്തു പറയേണ്ടതാണ്. 1874 മെയ് 30-ാം തീയതി അദ്ദേഹത്തിന് പൗരോഹിത്യ പട്ടം ലഭിച്ചു. പിറ്റേ മാസം ജൂൺ 8-ാം തീയതി വരാപ്പുഴ മാനമ്പടി പള്ളിയിൽ വച്ച് അദ്ദേഹം പ്രഥമ ബലി അർപ്പിച്ചു. വൈദിക പഠനം നടത്തിയ പുത്തൻപള്ളി സെമിനാരിയിൽ തന്നെ അദ്ദേഹത്തിന് സുറിയാനി അധ്യാപകനായി ആദ്യ നിയമനം ലഭിച്ചു. രണ്ടു വർഷത്തെ അധ്യാപക ജീവിതത്തിനു ശേഷം കൈപ്പുഴ, ഇടയ്ക്കാട്ട്, കടുത്തുരുത്തി, ബ്രഹ്മമംഗലം എന്നീ പള്ളികളിൽ വികാരിയായി ഏകദേശം 9 വർഷത്തോളം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. പിന്നീട് 1886 വരാപ്പുഴ സഹായമെത്രാൻ മർസ്ലീനിയോസ് ബെറാർദിയുടെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. 1887 മെയ് 20-ാം തീയതി 13-ാം ലയോ പാപ്പ ക്രോദിയാം പ്രീതം എന്ന തിരുവെഴുത്തുവഴി തൃശൂർ, കോട്ടയം എന്നീ വികാരിയത്തുകൾ സ്ഥാപിച്ചപ്പോൾ കോട്ടയം വികാരിയത്തിന്റെ വികാരി അപ്പോസ്തോലിക്കായി ചാൾസ് ലെവീഞ്ഞ് മെത്രാൻ നിയമിതനായി. 1889 ലെവീഞ്ഞ് മെത്രാൻ തെക്കുഭാഗക്കാർക്കായി പ്രത്യേക വികാരി ജനറലായി നിയമിച്ചത് മാക്കിൽ മത്തായി അച്ഛനെയായിരുന്നു. 1896 ഒക്ടോബർ 25-ാം തീയതി ചങ്ങനാശ്ശേരി പ്രഥമ വികാരി അപ്പോസ്തോലിക്കായി മാക്കിൽ പിതാവിനെ നിയമിച്ചു. നീണ്ട 15 വർഷക്കാലം അദ്ദേഹം ചങ്ങനാശ്ശേരി രൂപതയിൽ സേവനമനുഷ്ഠിച്ചു. 16 നൂറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ചുവരുന്ന ക്നാനായ സമുദായത്തിന്റെ തനിമ നിലനിർത്തുന്നതിനും സ്വന്തമായി ഒരു വികാരിയത്ത് അനുവദിച്ചു കിട്ടുന്നതിനു വേണ്ടി എറണാകുളത്തെയും തൃശൂരിലെയും മെത്രാന്മാരായ ലൂയിസ് പഴയപറമ്പിൽ, യോഹന്നാൻ മേനാച്ചേരി എന്നിവരോട് ചേർന്ന് മാക്കിൽ പിതാവ് തയ്യാറാക്കിയ ഒരു സംയുക്ത നിവേദനവും കൊണ്ട് 1911 ഏപ്രിൽ മാസത്തിൽ റോമിലേക്ക് പോവുകയും 10-ാം പിയൂസ് മാർപ്പാപ്പയെ നേരിൽ കാണുകയും ചെയ്തു. ഓഗസ്റ്റ് 29 ഇൻ യൂണിവേഴ്സി ക്രിസ്ത്യാനി എന്ന തിരുവെഴുത്തുവഴി 10-ാം പിയൂസ് മാർപ്പാപ്പ കോട്ടയം രൂപത സ്ഥാപിച്ചു. 1911 നവംബർ 23-ാം തീയതി കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചുകൊണ്ടുള്ള ബൂള ഇടയ്ക്കാട്ട് പള്ളിയിൽ വച്ച് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വായിച്ച് അദ്ദേഹം അധികാരമേറ്റു.
ഏവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും സഭയുടെ സമഗ്ര വളർച്ചയ്ക്കും ഐക്യത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനും പിതാവ് സദാ സന്നദ്ധനായിരുന്നു. പിതാവ് സഭയ്ക്ക് നൽകിയ സംഭാവനകൾ ഇന്നും വിസ്മരിക്കുവാൻ പറ്റാത്ത വസ്തുതകളാണ്. 1892 ജൂൺ 24 ജ്ഞാനായ ജനതയുടെ ആത്മീയ ഉണർവ് മുന്നിൽ കണ്ടുകൊണ്ട് കൈപ്പുഴയിൽ അദ്ദേഹം സ്ഥാപിച്ച വിസിറ്റേഷൻ സന്യാസി സമൂഹം അദ്ദേഹത്തിന്റെ സന്യാസ ദർശനത്തിന്റെ തെളിവാണ്. നാടു നന്നാകാൻ നാരികൾ നന്നാകണം എന്ന ഉദ്ദേശത്തോടെ 1892 ജൂൺ 27 കോൺവെന്റിനോട് ചേർന്ന് തന്നെ അദ്ദേഹം പെൺകുട്ടികൾക്കായി ഒരു സ്കൂളും ആരംഭിച്ചു. കോട്ടയം രൂപതയുടെ പ്രഥമ വികാരി അപ്പസ്തോലിക്കയായി സ്ഥാനമേറ്റ മാർ മാത്യു മാക്കീൽ പിതാവ് കോട്ടയം അതിരൂപതയെ സംബന്ധിച്ച് മാത്രമല്ല കേരള സഭയ്ക്ക് ആകമാനം സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടു എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുവാനായിട്ടുള്ളത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒട്ടും തന്നെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നിഷിദ്ധമായി തന്നെ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു UP സ്കൂൾ കൈപ്പുഴയിൽ സ്ഥാപിക്കുകയും ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗമിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ഒരു കന്യകാലയം, അതായത് വിസിറ്റേഷൻ സന്യാസ സമൂഹം കൈപ്പുഴയിൽ സ്ഥാപിതമാവുകയും ചെയ്തു. കൂടാതെ ചങ്ങനാശ്ശേരിയിലുള്ള ക്ലാരിസ്റ്റ് ആരാധനാ സന്യാസിനി സമൂഹത്തിന്റെ ആരംഭദിശയിലും ഒപ്പം കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടിയും അദ്ദേഹം പ്രയത്നിച്ചു. കേരള സഭയ്ക്ക് നിയതമായ ഒരു നിയമസംഹിത 1903 ദക്രേത്ത് പുസ്തകം വഴി നൽകിയത് ഒരു വലിയ സംഭാവനയാണ്. ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന ചെറിയ പുസ്തകം ചോദ്യോത്തര രൂപത്തിൽ കുഞ്ഞുങ്ങളിൽ ക്രിസ്തീയ വിശ്വാസം ആഴപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ജനുവരി 26 വൈകുന്നേരം 4:30 മണിക്ക് അഭിവന്യ പിതാവ് നിത്യതയിലേക്ക് പ്രവേശിച്ചു. കോട്ടയം ഇടയ്ക്കാട്ട് പള്ളിയിലാണ് മാർ മാത്യു മാക്കൽ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. പള്ളിയിലെ അൾത്താരയുടെ തൊട്ടുമുന്നിൽ തന്നെയാണ് കല്ലറ സ്ഥിതി ചെയ്യുന്നത്. പിതാവിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി പള്ളിയോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. മാക്കിൽ പിതാവിന്റെ തിരുശേഷിപ്പുകളായ തിരുവസ്ത്രങ്ങളും കുരിശും മാലയും കാസയും പീലാസയും പിതാവ് ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇന്നും ഈ മ്യൂസിയത്തിൽ കാത്തുസൂക്ഷിക്കുന്നു.
പിതാവ് ഉപയോഗിച്ചിരുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ച പുസ്തകങ്ങളും ഇടയലേഖനങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പിതാവിന്റെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞവരുടെ ഉപകാരസ്മരണകളുടെ കുറിപ്പുകളും ഇവിടെ കാണാം. എൻ്റെ പേര് സ്മിതേഷ്. ഞാൻ ഉസ്മാനിലാണ് താമസിക്കുന്നത്. 2014 മാർച്ച് മാസത്തിലാണ് കിഡ്നി തകരാറാണെന്ന് ഡോക്ടർ വന്നത്. അപ്പോൾ ആ കിഡ്നി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വർക്ക് സൈഡിലെ കിഡ്നി റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്രോത്ത് ബയോപ്സി കഴിച്ചപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് റിസൾട്ട് വന്നു. മമ്മയുടെ അനിയത്തി ഇവിടെ സിസ്റ്റർ ട്രേസി മാർക്കറ്റിലാണോട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഈ മാർക്കറ്റിലാവിന്റെ കപ്പത്തിൽ അത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ കുഞ്ഞിന്റെ രോഗം 3-ാം വയസ്സ് ഉൾപ്പെട്ടു. അത് ഡോക്ടർ പറഞ്ഞു 12 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. 12 കീമോ എടുക്കുമെന്ന് പറഞ്ഞത് കീമോ സ്റ്റാർട്ട് ചെയ്ത് 6ാമത്തെ കീമോ ആയിരുന്നു സ്കാൻ ചെയ്തത്. എന്റെ ഇതെല്ലാം പൂർണ്ണമായി മാറി സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ മാറ്റപിതാവിന്റെ അനുഗ്രഹത്താൽ എനിക്കത് പൂർണ്ണമായും മാറിപ്പെട്ടു. ഈ മ്യൂസിയത്തിന്റെ ചുമതലയും പിതാവിന്റെ നാമകരണ നടപടികളുടെ പോസ്റ്റ്ലേറ്ററുമായ സിസ്റ്റർ ഡോക്ടർ മേഴ്സിലിറ്റ് SVMന്റെ വാക്കുകളിലേക്ക്. ദേവദാസൻ മാതാപിതാവും ഈ ഇടവകയും ഈ പള്ളിമേടയും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എനിക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 1911 കോട്ടയം വികാരിയാത്ത് തെക്കുംപാർക്കായി മാത്രം ഉണ്ടായപ്പോൾ ഈ ജ്ഞാനായ ജനതയുടെ അല്ലെങ്കിൽ കോട്ടയം രൂപതയുടെ കത്തീഡ്രലായി തന്റെ അരമനയായി തെരഞ്ഞെടുത്തത് ഈ ദേവാലയമാണ്. 2014 ജനുവരി 26-ാം തീയതി ആയപ്പോൾ പിതാവ് മരിച്ച് 100ാമത്തെ വർഷം പൂർത്തിയായി. ആ സെഞ്ചുറിയോടനുബന്ധിച്ച് പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇടയ്ക്കാട്ട് ദേവാലയവും അതിനോടനുബന്ധിച്ച് പിതാവ് താമസിച്ച ഈ പള്ളിമേടയും ഒരു മ്യൂസിയമായി രൂപാന്തരപ്പെടുവാൻ ഇടയായി. മഹത്തായ ഒരു ത്യാഗത്തിന്റെയും വലിയ സമർപ്പണത്തിന്റെയും ജീവിതകഥയാണ് മാക്കിൽ പിതാവിനെ പറ്റി പറയുന്നത്. കാരണം ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ബൃഹത്തായ ഒരു വൈദിക മന്ദിരം ഉപേക്ഷിച്ചിട്ട് കോട്ടയത്തെ ഈ ഇടയ്ക്കാട്ട് പള്ളിയിലേക്ക് താമസം മാറ്റാൻ പിതാവിനെ പ്രേരിപ്പിച്ചത് സമുദായത്തോടുള്ള ഉത്കടമായ സ്നേഹം കൊണ്ട് മാത്രമാണ്. പിതാവ് കോട്ടയം കാനായക്കാർക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്ത മഹത്തായ ത്യാഗങ്ങളെയും സഹിച്ച പ്രയാസങ്ങളെയും വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. 2009 ജനുവരി 26-ാം തീയതി മാക്കിൽ പിതാവ് ദേവദാസനായി ഉയർത്തപ്പെട്ടു. മാക്കിൽ പിതാവിന്റെ നാമകരണ നടപടികളുടെ പോസ്റ്റ്ലേറ്റർ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതിനാണ് പിതാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും രേഖകളൊക്കെ തയ്യാറാക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ഈ പഠനത്തിന്റെ എല്ലാം വെളിച്ചത്തിൽ സഹനങ്ങളിലൂടെ ദൈവഹിതം കണ്ടെത്തുകയും സഹനങ്ങളെ ദൈവാനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്ത ഈ പിതാവ് അനേകർക്ക് വിശുദ്ധിയുടെ മാർഗം കാണിച്ചതെന്നാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിതാവിന്റെ വിശുദ്ധ ലോകം മുഴുവൻ അറിയപ്പെടുവാനും അനേകർ ഈ വിശുദ്ധി തിരിച്ചറിഞ്ഞ് ദൈവപിതാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കാനും ഇടയാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. വിപ്ലവകരമായ ഭരണനേട്ടങ്ങളുടെ പേരിലല്ല മാക്കിൽ പിതാവിനെ നാം ആദരിക്കുന്നതും സ്മരിക്കുന്നതും. പിന്നെയോ വലിയ സമുദായങ്ങളുടെ വിവിധ മേഖലകളിൽ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന സ്വന്തം സമുദായത്തെ ഒന്നിപ്പിച്ച് അവരുടെ തനിമയും പൈതൃകവും കൂട്ടായ്മയും സംരക്ഷിക്കുന്നതിനായി സ്വന്തമായി ഒരു വികാരിയത്ത് രൂപീകരിച്ചതിൻ്റെ പേരിൽ കൂടിയാണ്. ദൈവദാസൻ മാക്കൽ പിതാവ് ഒരു വെള്ളി നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രം പൊലിഞ്ഞെങ്കിലും അതിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശം നക്ഷത്രശോഭയോടെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെയെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.